പ്രിയപ്പെട്ടവരെ, രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ പോംവഴി ആ ഹബീബായ തങ്ങൾ കാണിച്ച വഴിയുണ്ടല്ലോ, അതിലേക്ക് മടങ്ങലാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്ക്, ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു. ആരാണ് ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു എന്നറിയാമോ? ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു ആരാണെന്നറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ ഒരിക്കൽ സ്വർഗം കണ്ടു. എവിടെന്നാ കണ്ടേ? സ്വപ്നം കണ്ടു. സ്വർഗം സ്വപ്നം കണ്ടു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ സ്വർഗം സ്വപ്നം കണ്ടപ്പോൾ സ്വർഗത്തിൽ ഒരാൾ ഖുർആൻ ഓതുന്ന ശബ്ദം കേട്ടു. സമിഅതു സൗത ഖാരിഇൻ യഖറഉൽ ഖുർആൻ. ആ സ്വർഗത്തിൽ ഒരാൾ ഖുർആൻ ഓതുന്ന ശബ്ദം ഞാൻ കേട്ടു. ഫഖുൽതു മൻ ഹാദാ. ഞാൻ ചോദിച്ചു, ഇതാരാണ്? ഹബീബായ തങ്ങളെ സ്വപ്നം ഒരു സാധാരണ സ്വപ്നമല്ല, ഞാനും നിങ്ങളും കാണുന്ന സ്വപ്നമല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വപ്നം അത് വഹയിന്റെ ഭാഗമാണ്. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ വഹയിന്റെ ഭാഗമാണത്. അപ്പൊ ചോദിച്ചു, ഇതാരായി ഖുർആൻ ഓതുന്നത് സ്വർഗത്തിൽ? ഖാലൂ, അപ്പ ജനങ്ങൾ പറഞ്ഞു, ഹാരിസത്ത് ബിൻ നുഅ്മാൻ. നബിയേ, ആ സ്വർഗത്തിൽ ഖുർആൻ ഓതുന്ന ശബ്ദം കേട്ടല്ലോ, അതാരുടെ ശബ്ദമാണെന്നറിയാമോ? ഒരു ചെറുപ്പക്കാരന്റെ ശബ്ദമാണ്. ആരാണ് ആ ചെറുപ്പക്കാരൻ? ഹാരിസത്ത് ബിൻ നുഅ്മാൻ തങ്ങളാണ്, സ്വഹാബിയാണ്. അപ്പൊ എന്താണ് ആ സ്വഹാബിക്ക് ഈ പ്രത്യേകത കിട്ടാൻ കാരണം എന്നറിയാം? ഈ സ്വഹാബിക്ക് സ്വർഗത്തിൽ ഖുർആൻ ഓതാനുള്ള പ്രത്യേകത ലഭിക്കാനുണ്ടായ കാരണം എന്നറിയോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് നമ്മുടെ ഹാരിസ അല്ലേ? സ്വർഗത്തിൽ ആ ഖുർആൻ ഓതിയ ശബ്ദം കേട്ടത് നമ്മുടെ ഹാരിസയുടെ ശബ്ദമല്ലേ? എന്താ കാരണം എന്നറിയോ? വകാന അബറന്നാസി ബി ഉമ്മിഹി. കാരണം എന്താണെന്നറിയാമോ? ഹാരിസത്ത് ബിൻ നുഅ്മാൻ തങ്ങള് ഉമ്മാക്ക് വലിയ ഗുണം ചെയ്ത മകനാണ് കേട്ടോ. ദുനിയാവിൽ ഉമ്മാക്ക് വലിയ ഗുണം ചെയ്ത മകനാണ്. അങ്ങനെ ഉമ്മാക്ക് കൂടുതൽ ഗുണം ചെയ്ത മകനായതുകൊണ്ട് ആ മകന് സ്വർഗത്തിൽ അല്ലാഹ് കൊടുത്ത സ്ഥാനം എന്താണെന്നറിയാമോ? സ്വർഗത്തിൽ പോലും ഖുർആൻ ഓതാനുള്ള ഭാഗ്യം കൊടുത്തു. ആ ഓതുന്നതിന്റെ ശബ്ദമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേട്ടത്. ആ ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു ഉമ്മാക്ക് ഗുണം ചെയ്തപ്പോൾ സ്വർഗത്തിൽ ഖുർആൻ പാരായണം ചെയ്യാൻ അല്ലാഹു തആല ഭാഗ്യം കൊടുത്ത മഹാൻ. ആ മഹാനവരുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ കണക്ഷനാണ്. എന്താ പ്രത്യേകത എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയത്ത് തന്നെ ചരിത്രത്തിൽ കാണാം 9 ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. 9-ലേറെ ഭാര്യമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട് എന്ന് ചരിത്രം പറയും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയത്ത് 9 ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിക്കുമ്പോഴൊക്കെ വീട് വിട്ടുകൊടുക്കും ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു. ഓരോ ഭാര്യ കടന്നു വരുമ്പോഴും മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന്റെ പരിസരത്താണ് ഹാരിസത്ത് ബിൻ നുഅ്മാൻ തങ്ങളുടെ വീട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുതിയ ഒരു കുടുംബം വരുമ്പോൾ ഹാരിസത്ത് ബിൻ നുഅ്മാൻ തങ്ങൾ ആ വീട് വിട്ടുകൊടുക്കുകയാണ്. അതിന്റെ നേരെ തൊട്ടപ്പുറത്ത് പോയി വീടെടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുതിയ കുടുംബം വീണ്ടും കടന്നു വരുമ്പോ ഹാരിസത്ത് ബിൻ നുഅ്മാൻ തങ്ങൾ ആ വീടും വിട്ടുകൊടുക്കുകയാണ് മുത്തുനബി തങ്ങളുടെ കുടുംബത്തിന് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അതിന്റെ നേരെ തൊട്ടപ്പുറത്ത് പോയി വീടെടുക്കുകയാണ്.
പുതിയ കുടുംബം വരുമ്പോൾ വീണ്ടും ആ വീട് വിട്ട് തൊട്ടപ്പുറത്ത് അവർക്ക് ആ വീട് കൊടുത്ത് വേറെ വീടെടുക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അവരെത്രയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കീഴ്പ്പെട്ടത്. ഹബീബായ തങ്ങൾ ഈ രംഗം കണ്ടപ്പോൾ പറഞ്ഞുപോയി, ലഖദ് ഇസ്തഹയൈതു മിൻ ഹാരിസാ മിമ്മാ യതഹവ്വലു ലനാ അൻ മനാസിലിഹി. എനിക്ക് ലജ്ജ തോന്നാണ്. കാരണം ഒരാൾ കൂടുതൽ ഇങ്ങോട്ട് സഹായിക്കുകയാണ്. ചെറിയ സഹായമൊന്നുമല്ലല്ലോ, വലിയ സഹായം. എന്താ വലിയ സഹായം? സ്വന്തം വീട് വിട്ട് അപ്പുറം പോവാണ്. ആ വീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭാര്യമാർക്ക് വേണ്ടി താമസിക്കാൻ കൊടുക്കുന്നു. എന്നിട്ട് ആ വീട് വിട്ട് അപ്പുറം പോവാണ്. ഇതിനേക്കാളും വലിയ ഉപകാരമുണ്ടോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വഹാബി ചെയ്ത ഏറ്റവും വലിയ ഉപകാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാരിസായുടെ ഈ വലിയ ഉപകാരവും ഈ സഹായം കൊണ്ട് എനിക്ക് വല്ലാത്ത ലജ്ജ തോന്നിപ്പോവുകയാണ്. എന്താ ലജ്ജ എന്നറിയോ? മിമ്മാ യതഹവ്വലു ലനാ അൻ മനാസിലി. വീട് വിട്ട് അങ്ങോട്ട് പോവാണ്. എനിക്ക് എന്റെ കുടുംബത്തിന് ഹാരിസയുടെ വീട് വിട്ട് തരികയാണ്. എനിക്ക് വല്ലാത്ത ലജ്ജ തോന്നാണ് കേട്ടോ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നിങ്ങൾ നോക്ക്, അവരൊക്കെ എത്രയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കീഴ്പ്പെട്ടത്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പൂർണ്ണമായും അവർ കീഴ്പ്പെട്ടുപോയി. അതുകൊണ്ട് മുഅ്മിനേ, അത്വീഉല്ലാഹ വർ റസൂൽ. വിജയിക്കാൻ ഒരൊറ്റ വഴിയേ നമ്മുടെ മുന്നിലുള്ളൂ. അത് അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിക്കലാണ്. ചെറുപ്പക്കാരെ, അല്ലാഹു നമുക്ക് തന്ന യുവത്വം, സഹോദരിമാരെ, യുവതികളെ, അല്ലാഹ് നമുക്ക് തന്ന യുവത്വം, അത് റബ്ബിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം നാളെ റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും എന്നതിൽ സംശയമില്ല. യുവത്വം എന്നത് കളിച്ച് നടക്കാനുള്ളതല്ല. രണ്ട് വിഭാഗം ചെറുപ്പക്കാരെ നമുക്ക് നമ്മുടെ നാടുകളിൽ കാണാൻ കഴിയും. അതിൽ ഒരു വിഭാഗം ചെറുപ്പക്കാർ, അവർക്ക് ഇൽമിന്റെ സദസ്സ് എന്ന് പറഞ്ഞാൽ വലിയ ബഹുമാനമാണ്. അതുകൊണ്ട് എവിടെന്നെങ്കിലും ഒരു വഅലിന്റെ ഒച്ച കേട്ടാൽ, അത് വഅൽ പറയുന്നത് ആരായാലും ശരി, ആ സദസ്സിൽ വന്നിരുന്ന് അവർ പറയുന്നത് ഗീബത്തല്ലല്ലോ. ആ വഅൽ പറയുന്ന മുസ്ലിയാർ പറയുന്നത് ഗീബത്തല്ലല്ലോ. അയാൾ പറയുന്നത് നാടൻ വർത്തമാനമല്ലല്ലോ. ആ വഅൽ പറയുന്ന മുസ്ലിയാർ പറയുന്നത് നമീമത്തല്ലല്ലോ. അദ്ദേഹം നരകത്തിലേക്കല്ലല്ലോ നയിക്കുന്നത്. അദ്ദേഹം അല്ലാഹുവിന്റെ വഴിയിലേക്ക് കടന്നു വരണമെന്നാണല്ലോ ആവശ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി നല്ല ഒരു വിഭാഗം ആളുകൾ ഇൽമിന്റെ സദസ്സിൽ വന്നിരിക്കുന്നു. യുവാക്കള്, അതേ യുവാക്കൾക്ക് പള്ളിയോട് വലിയ ബഹുമാനമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സാന്നിധ്യം പള്ളി പരിസരങ്ങളിൽ എപ്പോഴും കാണാൻ കഴിയോ. അതേ സമയം വേറെ ഒരു വിഭാഗം ചെറുപ്പക്കാരുണ്ട്, അവർക്ക് ഇൽമിന്റെ സദസ്സ് പുച്ഛമാണ്. എവിടെയെങ്കിലും തെറിപറച്ചിലുണ്ടെങ്കിൽ അവിടെ അവർക്ക് ആഘോഷമാണ്. വേറെ ഏതെങ്കിലും ഭൗതിക ചടങ്ങുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ആവേശമാണ്. അല്ലാഹുവിന്റെ നൂറായ ഇൽമുണ്ടല്ലോ, ആ ഇൽമിന്റെ സദസ്സ് അവർക്ക് പുച്ഛമാണ്. എന്നാൽ അവർക്ക് പള്ളിയുമായി ബന്ധം സ്ഥാപിക്കാൻ മനസ്സ് വരുന്നില്ല. അവർക്ക് പള്ളിയുമായി ബന്ധമില്ല, ദീനുമായി ബന്ധമില്ല. അവർ വെറുതെ സമയം ഇങ്ങനെ പാഴാക്കുകയാണ്. അത്തരക്കാരായ ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, നാളെ റബ്ബിന്റെ കോടതിയിൽ ഒരു കണക്ക് പറയാനുണ്ട്. ചെറുപ്പക്കാരെ, നിങ്ങൾ നോക്കി, ചില ചെറുപ്പക്കാരൊക്കെ മരിച്ചാൽ ആ ചെറുപ്പക്കാരുടെ മയ്യത്ത് കൊണ്ടുപോകുന്ന രംഗം കാണുമ്പോ ചില മൊയ്ലാമാരെ മയ്യത്ത് പോലും അങ്ങനെ കൊണ്ടുപോകണില്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ?
ചില ചെറുപ്പക്കാരുടെ മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ ആ നിസ്കാരം കഴിഞ്ഞ് ആ ചെറുപ്പക്കാരൻ്റെ മയ്യത്തിനെ ദഫൻ ചെയ്യാൻ വേണ്ടി പള്ളിക്കാട്ടിലേക്ക്, മൈതാനിയിലേക്ക്, ഖബറിസ്ഥാനിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് വലിയ ജനബാഹുല്യമാണ്. തലകെട്ട് കെട്ടിയ ആലിമീങ്ങൾ എത്രയാണ്, തങ്ങന്മാരെത്രയാണ്, തലയിൽ തൊപ്പി വെച്ചിട്ടുള്ള എത്ര ചെറുപ്പക്കാരാണ് ആ ചെറുപ്പക്കാരന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്നത്. മറവ് ചെയ്തതിന് ശേഷം ആ ചെറുപ്പക്കാരന്റെ പരിസരത്ത് ധാരാളം ആളുകൾ ഒരുമിച്ചുകൂടി ദുആ ചെയ്യാണ്. ചിലപ്പോൾ ഒരു മുസ്ലിയാർക്ക് പോലും, ഒരു മൊയ്ലിയാർക്ക് പോലും കിട്ടാത്ത ഒരു ഭാഗ്യം ചില ചെറുപ്പക്കാർക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? വേറെ ചില ചെറുപ്പക്കാരുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ സാധാരണ ഒരു മയ്യത്ത് കൊണ്ടുപോകും പോലെ കൊണ്ടുപോകും, ദഫന് ചെയ്യും. പിന്നെ ആ ഖബറിന്റെ അടുത്തേക്ക് ചെല്ലാൻ തന്നെ വലിയ പ്രയാസ. എന്താ കാരണം എന്നറിയോ? ആരും ആ ഖബറിന്റെ അടുത്തേക്ക് പോകാത്തത് കൊണ്ട് അവിടൊക്കെ പുല്ല് വന്നിരിക്കുകയാണ്. നടന്നു പോകാൻ തന്നെ കഴിയില്ല, മുള്ളുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എന്താ കാരണം എന്നറിയോ? ദഫന് ചെയ്ത് വന്ന ശേഷം പിന്നെ ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയേ ഇല്ല. അവനങ്ങ് പോയി എന്നല്ലാതെ അവനെ ഓർക്കാൻ ആരും ഇല്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഒന്നാമത്തെ ചെറുപ്പക്കാരനെ ഓർക്കാൻ ഈ നാട്ടിൽ പലരും ഉണ്ട്. രണ്ടാമതായി ഞാൻ പറഞ്ഞ ചെറുപ്പക്കാരനെ ഓർക്കാൻ ആരുമില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ അവന്റെ ഖബറിന്റെ അടുത്തേക്ക് പോകുമ്പോൾ വഴി പോലും കാണാൻ കഴിയില്ല. എന്താ കാരണം? ആരും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാറേ ഇല്ല. എന്താ കാരണം എന്നറിയോ? ഒന്നാമത്തെ ചെറുപ്പക്കാരനെ കൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് എന്തോ ഒരു നേട്ടമുണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ ചെറുപ്പക്കാരനെ കൊണ്ട് റബ്ബിന്റെ ദീനിന് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല. ഇതാണ് വ്യത്യാസം. അതുകൊണ്ട് ഞാൻ എന്റെ സദസ്സിൽ എന്റെ സംസാരം ശ്രവിക്കുന്ന മുഴുവൻ ചെറുപ്പക്കാരോട് പറയട്ടെ, നമ്മൾ ജോലി ചെയ്യുന്നു, ഒക്കെ ശരിയാ. ഉമ്മാക്ക് ചെലവിന് കൊടുക്കുന്നു, ബാപ്പാക്ക് ചെലവിന് കൊടുക്കുന്നു, നമ്മുടെ ഭാര്യ മക്കൾക്ക് ചെലവിന് കൊടുക്കുന്നു, നമ്മുടെ കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കുന്നു, ഒക്കെ ശരിയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം ആകരുത് നമ്മുടെ ജീവിതം. അതിന്റെയും അപ്പുറം നമ്മൾ ഏറ്റവും പ്രധാനമായും ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ ചെറുപ്പക്കാരാ? എനിക്കൊരു മതമുണ്ട്, എനിക്കൊരു ദീനുണ്ട്. ആ ദീനാണ് പരിശുദ്ധ ഇസ്ലാം. എനിക്കൊരു സൃഷ്ടാവുണ്ട്, ആ സൃഷ്ടാവാണ് ഖാലിഖായ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല. എനിക്കൊരു നേതാവുണ്ട്, ആ നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റബ്ബിന്റെ ദീനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിച്ചു തന്ന പരിശുദ്ധ ഇസ്ലാമാകുന്ന ദീനിന് എന്നെ കൊണ്ട് വല്ലതും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ദീനിന് എന്തെങ്കിലും ഒരു സേവനം ചെയ്യാൻ ചെറുപ്പക്കാരാ നിന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചെറുപ്പക്കാരന് ചിന്തിക്കേണ്ടതാ. കാരണം എന്താ? റബ്ബിനെ കാണാനൊരു ദിവസമുണ്ട്. ആ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ അല്ലാഹുവിന്റെ ഒരു ചോദ്യമാണ്, എടാ നിനക്ക് ഞാൻ ആയുസ് തന്നില്ലയോ? നിനക്ക് ഞാൻ ആയുസ് തന്നില്ലയോ? ആ തന്ന ആയുസ് എന്റെ ദീനിന് വേണ്ടി, എന്റെ ദീനിന്റെ ഒരു മെമ്പറായിട്ട് പോലും എന്റെ ദീനിന് വേണ്ടി എന്തെങ്കിലും ഒരു ഗുണം ചെയ്യാൻ നിന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, മഹാന്മാർ എങ്ങനെയാണ് ജീവിച്ചത്? ആ മഹാന്മാർ അവരുടെ ആയുസ് റബ്ബിന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചവരാണ്. അതുകൊണ്ട് തന്നെ മരിച്ചാൽ റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് അവരുടെ ചിറക് കൊണ്ട് നമ്മുടെ മയ്യത്തിന് തണലിട്ട് തരണമെന്ന് ആഗ്രഹിക്കാത്തവരാരെങ്കിലും എന്റെ സദസ്സിലുണ്ടോ? ചെറുപ്പക്കാരെ, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, മരിച്ചിട്ട് കിടക്കണ സമയത്ത്, മയ്യത്തായി കിടക്കുമ്പോൾ, ഉസ്താദേ ഞാൻ മയ്യത്തായി കിടക്കുമ്പോൾ റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് ആ മലക്കുകളുടെ ചിറക് കൊണ്ട് നമ്മുടെ മയ്യത്തിനൊരു തണലിട്ട് തരാൻ കഴിയണം എന്നാഗ്രഹിക്കാത്ത ചെറുപ്പക്കാർ ഈ സദസ്സിലുണ്ടോ? അങ്ങനെ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരൊന്ന് കൈവക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ മരിച്ചാൽ മരണം ഉണ്ടെന്ന് ഉറപ്പല്ലേ?
മരണം ഉണ്ടെന്ന് ഉറപ്പല്ലേ? സംശയമുണ്ടോ? എന്ത് സംശയം? വീട്ടിൽ മരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? കുടുംബത്തിൽ മരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? കുടുംബത്തിൽ മരിച്ചവരുണ്ട്, വീട്ടിൽ മരിച്ചവരുണ്ട്. മരണം ഹക്കാണ്. അന്നൽ മൗത ഹഖ്ഖുൻ. മരണം ഹക്കാണ്, അതുള്ളതാ. അതിന്നല്ലെങ്കിൽ നാളെയാണ്, ഇന്നലെയല്ലെങ്കിൽ ഇന്നാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ മരിച്ച വീട്ടിന്റെ മുന്നിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നു. ഇന്നലെ ഞാൻ കർണാടക സ്റ്റേറ്റിലെ ബോളന്തൂർ എന്ന സ്ഥലത്ത് വാദിന് പോയി. നല്ല സദസ്സായിരുന്നു. അവിടെ വാദിന് പോകുമ്പോൾ ആ സ്ഥലത്ത് എത്തുന്നതിന്റെ തൊട്ട് മുമ്പ് ഒരു വീടിന്റെ മുന്നിൽ വാഹനങ്ങളൊക്കെ നിർത്തിവെച്ചത് കണ്ടു. ഞാൻ ചോദിച്ചു, എന്താ ഇവിടെ? നോക്കുമ്പോൾ ആ വീട്ടുകാരന്റെ ഉമ്മ മരിച്ചു എന്ന് പറഞ്ഞു. അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് മരിച്ചവർക്കൊക്കെ സ്വർഗം കൊടുക്കട്ടെ. നമ്മൾ മയ്യത്ത് കിടത്തിയ വീട്ടിന്റെ മുന്നിലൂടെ യാത്ര ചെയ്യാണ്. പക്ഷെ എന്നിട്ടും നമുക്ക് മരണത്തിന്റെ ബോധം വരണില്ല, മരിക്കാനുണ്ടെന്ന ബോധം വരുന്നില്ല. പ്രിയപ്പെട്ടവരെ, മരിച്ചാല് റഹ്മത്തിന്റെ മലക്കുകൾ വന്നിട്ട് ചില ചെറുപ്പക്കാർക്ക് ശരിക്കും കേട്ടോളൂ, ചില മയ്യത്തുകൾക്ക് മുന്നിൽ റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് ആ റഹ്മത്തിന്റെ മലക്കുകളുടെ ചിറകുകൾ കൊണ്ട് ആ മയ്യത്തിനെ തണലിട്ട് തരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ ഭാഗ്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ ഒന്ന് കൈവക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ ഭാഗ്യം വേണമെന്ന് ആഗ്രഹിക്കാത്തവൻ ആരെങ്കിലും ഈ സദസ്സിൽ വന്നിരിക്കോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നാലേ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, എന്നെ കൊണ്ട് ദീനിന് ഖൈറേ ഉണ്ടാകണം, നാടിന് ഖൈറേ ഉണ്ടാകണം, ഷർറുണ്ടാകരുത്. എന്റെ നാട്ടിലൊരു പള്ളിയുണ്ട്, ആ പള്ളിന് ഖൈറേ ഉണ്ടാകൂ, ഷർറുണ്ടാകരുത്. ആര് ചെയ്താലും ശരി, പള്ളിക്ക് ഖൈറ് നടക്കട്ടെ, ഷർറുണ്ടാകരുത്. ഞാൻ തന്നെ ചെയ്യണം എന്ന ചിന്ത അത് അത്ര നല്ല ചിന്ത അല്ല. അവർക്കൊക്കെ ചിലപ്പോൾ ഈമാൻ കിട്ടാൻ വലിയ പ്രയാസാകും. പള്ളിക്ക് ഖൈറ് കിട്ടണം, ആ ഖൈറ് കിട്ടിയാൽ മതി. ചെയ്യുന്നത് ആരാകട്ടെ, ആര് ചെയ്താലും സാരില്ല. നാട് നന്നാകണം, നാട് നന്നാകണം, അതാര് ചെയ്താലും ശരി, നാട് നന്നായിരിക്കണം എന്ന് ചിന്തിക്കണം. എന്നെ കൊണ്ട് ദീനിനൊരു ഗുണം കിട്ടണം, അള്ളാന്റെ ദീനിന് എന്നെ കൊണ്ട് കഴിയുന്നൊരു സേവനം ചെയ്യണം. ചെറുപ്പക്കാരെ, നിങ്ങളോട് യുദ്ധം ചെയ്ത് ഷഹീദാകാൻ അല്ലാഹ് പറഞ്ഞിട്ടില്ല. പറഞ്ഞോ? നിങ്ങൾ യുദ്ധത്തിന് പോയി ഷഹീദാകണമെന്ന് അല്ലാഹ് പറഞ്ഞോ? ഇല്ല. നിങ്ങളോട് അല്ലാഹു തആല പറഞ്ഞത് എന്റെ ദീനില്ലടാ, റബ്ബിന്റെ ദീന്. ആ ദീനിന് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാക്കിയെടുക്കണമെന്നല്ലേ. മഹാന്മാരായ സ്വഹാബത്തിന്റെ ചരിത്രം കേട്ടാൽ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നുപോയി. അറിയില്ലേ ചെറുപ്പക്കാരെ, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹു ആരാണ്? വലിയ സ്വഹാബിയാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവാണ്. ജാബിർ ഇബ്നു അബ്ദില്ല തങ്ങളെ കേട്ടിട്ടില്ലേ നിങ്ങൾ? ആ ജാബിർ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹുവിന്റെ പിതാവാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹു. മഹാനവരുകൾ ഷഹീദായി ഒരു യുദ്ധഭൂമിയിൽ. ഏതാണ് ആ യുദ്ധമെന്നറിയാമോ? ഉഹുദ് യുദ്ധമാണ്. ആ ഉഹുദ് യുദ്ധത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഷഹീദാവുകയാണ്. ബാപ്പ ഷഹീദായി കിടക്കുന്നു, മകൻ വന്നു. ആരാ മകൻ? ജാബിർ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു. ആ രംഗം ചെറുപ്പക്കാരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കാരണം എന്താ? ബാപ്പ കിടക്കാണ്, ബാപ്പാന്റെ മയ്യത്തിന്റെ അടുത്തേക്ക് മകൻ വരികയാണ്. ഏത് പൊന്നുമോനാണത് സഹിക്കാൻ കഴിയാ? ഒരു ബാപ്പാന്റെ മയ്യത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴുള്ള സങ്കടം എത്രയാ! ഇത് കേവലം ഒരു മരണമല്ലല്ലോ. കൈയും കാലും ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങള് വെട്ടിയിട്ടല്ലേ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു യുദ്ധഭൂമിയിൽ ഷഹീദായി കിടക്കുന്നത്.
അംഗവിച്ഛേദനം ചെയ്യപ്പെട്ട ബാപ്പാന്റെ മയ്യിത്ത് കാണാനാണ് മകനായ ജാബിർ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. ആ മകൻ വന്നപ്പോൾ സ്വഹാബത്ത് തടഞ്ഞു വെക്കുകയാണ്. മകനെ വേണ്ട, ബാപ്പാന്റെ മയ്യിത്ത് കാണാൻ ഞങ്ങൾ സമ്മതിക്കൂല. കാരണം ബാപ്പ മയ്യിത്തായി കിടക്കുന്നത് ഒരു സാധാരണ മയ്യിത്തിന്റെ കോലത്തിലല്ല. ജാബിറെ, നിങ്ങളുടെ ബാപ്പയുടെ ശരീരത്തിലെ അംഗങ്ങൾ വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. ശത്രുക്കൾ നിങ്ങളുടെ ബാപ്പയുടെ ശരീരം വെട്ടിമുറിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ മയ്യത്തിനെയല്ല നിങ്ങൾ കാണാൻ പോകുന്നത്. ശരീരത്തിന്റെ അംഗങ്ങൾ വെട്ടിമുറിക്കപ്പെട്ട ഒരു പിതാവിന്റെ മയ്യത്തിനെയാണ്. ആ കോലത്തിൽ ഒരു ബാപ്പാന്റെ മയ്യത്ത് കാണാൻ ഒരു മകന് സഹിക്കാൻ കഴിയണമെന്നില്ല. ചിലപ്പോൾ മകനായ ജാബിർ ഇബ്നു അബ്ദില്ല തങ്ങളാകുന്ന അങ്ങ് ബോധരഹിതനായി നിലത്ത് വീഴാൻ സാധ്യതയുണ്ട്. പക്ഷേ ജാബിർ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു പറയാണ്, സ്വഹാബത്ത് എന്നെ തടഞ്ഞുവെങ്കിലും വന്നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യൻഹാനി, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ തടഞ്ഞില്ല. സ്വഹാബത്ത് ബാപ്പാന്റെ മയ്യത്ത് കാണാൻ തടഞ്ഞു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ തടഞ്ഞില്ല. അതാ ഞാൻ ബാപ്പാന്റെ മയ്യത്ത് കാണാൻ വേണ്ടി പോവുകയാണ്. ബാപ്പാന്റെ മയ്യത്ത് കാണാൻ വേണ്ടി പോകുന്നു. ബാപ്പാന്റെ മയ്യത്ത് മൂടിവെച്ച മുഖമുണ്ട്, ഒരു കുപ്പായമുണ്ട്, വസ്ത്രമുണ്ട്. ആ വസ്ത്രം ഞാൻ മെല്ലയങ്ങ് അതാ നീക്കുകയാണ്. അല്ലാ, എനിക്കെന്റെ ബാപ്പാന്റെ മയ്യത്തിന്റെ മുഖം കാണാൻ കഴിയുന്നില്ല. എന്റെ ബാപ്പാന്റെ ശരീരത്തിലെ അംഗങ്ങൾ വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. എന്റെ ബാപ്പാന്റെ മയ്യത്തിന്റെ മുഖം എനിക്ക് കാണാൻ കഴിയുന്നില്ല. എന്റെ കൂടെയുണ്ട് ആരാണെന്നറിയാമോ? എന്റെ പിതാവിന്റെ സഹോദരിയുണ്ട്. എന്റെ പിതൃ സഹോദരി ഫാത്തിമ റളിയല്ലാഹു അൻഹാ അതാ എന്റെ കൂടെയുണ്ട്. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയാൻ തുടങ്ങുകയാണ്. മകനായ ഞാനും കരയാൻ തുടങ്ങി. എന്റെ ബാപ്പാന്റെ യുദ്ധഭൂമിയിൽ ഷഹീദായി കിടക്കുന്ന ബാപ്പാന്റെ മയ്യത്ത് കണ്ട് ഞാൻ അങ്ങ് കരയാൻ തുടങ്ങി. എന്റെ പിതൃ സഹോദരിയായ എന്റെ പിതാവിന്റെ സഹോദരിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയും കരയാൻ തുടങ്ങി. ആ കരയുന്ന സമയത്ത് ഒരു വാക്ക് പറഞ്ഞു സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്കെ പറയൂ, സയ്യിദുനാ റസൂലുള്ളാഹി. ഒരു വാക്ക് പറഞ്ഞു. അംഗം വിച്ഛേദിക്കപ്പെട്ട പിതാവിന്റെ മയ്യത്ത് കാണുമ്പോൾ ഞാനങ്ങ് കരഞ്ഞുപോയി. സ്വന്തം സഹോദരന്റെ അംഗം വിച്ഛേദിക്കപ്പെട്ട മയ്യത്ത് കാണുമ്പോൾ എന്റെ പിതാവിന്റെ സഹോദരിയായ ഫാത്തിമ ബീവി കരഞ്ഞുപോയി. ആ സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു വാചകമുണ്ട്, ഇബ്കീ ഔലാ തബ്കീ. നിങ്ങൾ കരഞ്ഞോളൂ, കരയാതിരുന്നോളൂ. കരയുന്നതും കരയാതിരിക്കുന്നതും നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ജാബിറേ, നിങ്ങളുടെ പിതാവിന്റെ മയ്യത്തിന്റെ അരികില് ഞാൻ കണ്ട ഒരു രംഗം പറഞ്ഞോട്ടെയോ? കരച്ചിലൊന്ന് തൽക്കാലം നിർത്തുമോ? നിങ്ങളെ കരച്ചില് തൽക്കാലം ഒന്ന് നിർത്തുമോ? എനിക്കൊരു വാക്ക് പറയാനുണ്ട്. അത് പറഞ്ഞതിന് ശേഷം നിങ്ങൾ എത്ര വേണമെങ്കിലും കരഞ്ഞോളൂ. നിങ്ങളെ ബാപ്പാന്റെ മയ്യത്തിന്റെ അരികില് ഒരാൾക്കും കിട്ടാത്ത വലിയ ഒരു സൗഭാഗ്യം കിട്ടിയത് ഞാൻ കണ്ടു ജാബിറേ. അത് ഞാൻ എന്റെ 2 കണ്ണുകൊണ്ട് കണ്ടതാണ്. അതൊന്ന് ഞാൻ പറയട്ടെയോ? എന്നിട്ട് ജാബിർ ഇബ്നു അബ്ദില്ല തങ്ങളോടും
പിതാവിന്റെ സഹോദരിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയോട് ബാപ്പാന്റെ മയ്യത്തിന്റെ അരികിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ സ്വഹാബാക്കളോടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഞാൻ എന്റെ രണ്ട് കണ്ണുകൊണ്ട് കണ്ട ഒരു രംഗമുണ്ട്. ജാബിറേ, നിങ്ങളെ ബാപ്പാന്റെ മയ്യത്ത് ഇവിടെ കിടത്തിയപ്പോ റഹ്മത്തിന്റെ മലക്കുകളില്ലോ, ആ റഹ്മത്തിന്റെ മലക്കുകൾ വന്നിട്ട് അവരുടെ ചിറകങ്ങ് താഴ്ത്തി വെച്ച് ബാപ്പാന്റെ മയ്യത്തിന് തണലിട്ട് കൊടുത്തു. എന്തേ കാരണമെന്നറിയാമോ? ബാപ്പാന്റെ യൗവനമുണ്ടല്ലോ, ബാപ്പാന്റെ ആയുസ്സുണ്ടല്ലോ, ബാപ്പ വെറുതെ പാഴാക്കിയതല്ല, ബാപ്പ വെറുതെ ചെലവാക്കിയതല്ല, ബാപ്പ വെറുതെ കളിച്ച് തമാശ പറഞ്ഞ് സമയം പാഴാക്കിയതല്ല. ബാപ്പ റബ്ബിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ച ദീനിന്റെ ഖാദിമാണ് കേട്ടോ. ചെറുപ്പക്കാരെ പറയട്ടെയോ, റബ്ബ് തന്ന ആയുസ് ഏതെങ്കിലും ഒരു അന്യ പെണ്ണിനോട് ചാറ്റിംഗ് ചെയ്ത് കൊല്ലാനുള്ളതല്ലടാ. റബ്ബ് തന്ന യുവത്വം എന്നത്, ചെറുപ്പക്കാരാ, റബ്ബ് തന്ന യുവത്വം കേറംസ് കളിച്ച് പാഴാക്കാനുള്ളതല്ല. ഇന്നുള്ള ചെറുപ്പക്കാരൻ നാളെ ഇല്ലടാ, ഇപ്പോഴുള്ള ചെറുപ്പക്കാരൻ പിന്നെ ഇല്ലടാ. ഇന്നലെ എന്റെ കൂടെ നടന്ന ചെറുപ്പക്കാരൻ ഇന്നെന്റെ കൂടെ ഇല്ലടാ. ഇന്നലെ എന്റെ സദസ്സിലുണ്ടായ ചെറുപ്പക്കാരൻ ഇന്ന് എന്റെ സദസ്സിലില്ലടാ. ഇന്നലെ എന്റെ വാല് കേട്ട ചെറുപ്പക്കാരൻ ഇന്നെന്റെ വാല് കേൾക്കാൻ ഇവിടെ ജീവിച്ചിരിപ്പില്ല. നമ്മുടെ കൺമുന്നിൽ പെട്ടെന്ന് മരിക്കുന്ന രംഗം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, ജാബിർ തങ്ങളുടെ ബാപ്പാന്റെ മയ്യത്തിന് കിട്ടിയ ആ സന്തോഷമുണ്ടല്ലോ, റഹ്മത്തിന്റെ മലക്കുകൾ വന്നിട്ട് ചിറക് താഴ്ത്തി വെച്ചിട്ട് നമ്മളെ കടത്തി വെച്ച മയ്യത്തിനെയൊന്ന് അതാ തണലിട്ട് തരണോ. ക്രിക്കറ്റ് കളിച്ച് സമയം പാഴാക്കിയത് കൊണ്ട് ആ ലാഭം കിട്ടൂല, ചെസ് കളിച്ച് സമയം പാഴാക്കിയത് കൊണ്ട് കിട്ടൂല, അങ്ങാടിയിൽ വെറുതെ പോയി ബലസി നടന്നിട്ട് കാര്യമില്ല. നിന്റെ ആയുസ്സിൽ നീ റബ്ബിന്റെ ദീനിന് വല്ലതും ചെയ്തോ, റബ്ബിന്റെ ദീനിന് വല്ലതും ചെയ്തോ? നിന്റെ ഈ യുവത്വം കൊണ്ട് റബ്ബിന്റെ ദീനിന് വല്ലതും ചെയ്തോ? റബ്ബിന്റെ ദീനിന് ചെയ്യണം. അള്ളാഹു നമുക്ക് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ ഭാഗ്യം തരട്ടെ. നിങ്ങൾക്കറിയോ, കേരളത്തിൽ ഈ അടുത്ത് 2 ചെറുപ്പക്കാരായ മതപണ്ഡിതന്മാർ മരിച്ചു. എന്റെ അതേ ബിരുദമുള്ള 2 ചെറുപ്പക്കാരായ മതപണ്ഡിതന്മാർ, ഒന്ന് മുർഷിദ് സഖാഫി, മറ്റൊന്ന് സ്വദഖത്തുള്ള സഖാഫി. ഈ 2 ഉസ്താദുമാർ മരിച്ചു. അവർക്ക് വലിയ വലിയ ജനബാഹുല്യത്തോടെയുള്ള മയ്യത്ത് കൊണ്ടുപോകുന്ന രംഗം, ആ മയ്യത്ത് കൊണ്ടുപോയി ഖബറിൽ മറവ് ചെയ്ത രംഗം, പൂവല്ല വസ്ത്രധാരികളായ, സുബ്ഹാന ജല്ല ജലാലു, വെള്ള വസ്ത്രധാരികളായ പണ്ഡിതന്മാരുടെ സാന്നിധ്യം, അതൊക്കെ അവർക്ക് കിട്ടി. സ്വദഖത്തുള്ള സഖാഫി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ മയ്യത്ത് ഇങ്ങനെ കിടത്തി വെച്ചപ്പോ ആ യുവ പണ്ഡിതന്റെ കുഞ്ഞു മകൾ ഉമ്മാന്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, ഉമ്മ എന്തിനാ ഉമ്മ ബാപ്പാന്റെ മൂക്കിൽ പഞ്ഞി വെച്ചിട്ടുള്ളത് ഉമ്മ? ആ കുട്ടി ആദ്യമായിട്ടാണ് ഒരു മയ്യത്തിന്റെ മൂക്കിൽ പഞ്ഞി വെച്ച രംഗം കണ്ടത്. അതും സ്വന്തം പിതാവിന്റെ മൂക്കിൽ വെച്ച പഞ്ഞിയുടെ രംഗമാണ് ആ കുട്ടി കണ്ടത്. ഒരു ഭാഗത്ത് ഉമ്മ പറയാണ് മകനെ കുറിച്ച്, എന്റെ മോൻ ജീവിതകാലത്ത് വീടുകളിൽ കയറി ഇറങ്ങുന്നത് വളരെ കുറവാണ്. ഇടക്ക് വന്നാൽ തന്നെ ഭക്ഷണം കഴിക്കാൻ നേരമില്ല, കുടിക്കാൻ നേരമില്ല. എന്റെ മകൻ പറയും, ഉമ്മ എനിക്ക് ദീനിന് വേണ്ടി എന്തോ ഖിദ്മത്ത് ചെയ്യാൻ പോകാനുണ്ട്, ദീനിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ഞാൻ ചെയ്യട്ടെ എന്നും പറഞ്ഞ് ഇടക്ക് എന്നെ കാണാൻ വേണ്ടി വന്നു. എന്നിട്ട് എന്റെ മോൻ എന്നെ കണ്ട് ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. കിട്ടേണ്ട വലിയ സൗഭാഗ്യം കിട്ടിപ്പോയി. ഒരു പണ്ഡിതനായതുകൊണ്ട് കിട്ടിയതല്ല, അള്ളാന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ ഒരു പണ്ഡിതനായി പോയി എന്നേ ഉള്ളൂ. ചെറുപ്പക്കാരൻ അള്ളാന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്തത് കൊണ്ട് കിട്ടി.
ചെറുപ്പക്കാരെ, അതുകൊണ്ട് വാളിന്റെ സദസ്സിലിരിക്കുന്ന ചെറുപ്പക്കാരോട് പറയട്ടെ, അതിനൊരു അവസരമുണ്ടാക്കിയെടുക്കണം. മരിക്കാൻ കിടക്കുന്ന സമയത്തും മുഖം പ്രകാശിക്കണേ. ഇപ്പൊ മുഖം വെളുത്തിട്ട് കാര്യമില്ല. ഓരോരുത്തരും എത്രയാ മുഖത്തെ പ്രകാശിപ്പിക്കുന്നത്? ഓരോരുത്തരും എത്രയാണ് മുഖം പ്രകാശിപ്പിക്കുന്നത്? ഇപ്പൊ മുഖം വെളുത്തിട്ട് കാര്യമില്ല. ഇപ്പൊ മുഖം കറുത്തതാണെന്ന് പറഞ്ഞ് സങ്കടപ്പെടേണ്ടതുമില്ല. മുഖം വെളുക്കേണ്ട ഒരു ദിവസമുണ്ടേ മുസ്ലിമേ. ഉമ്മമാരെ, സഹോദരിമാരെ, ഈ സദസ്സിലിരുന്ന് വിനീതന്റെ സംസാരം ശ്രവിക്കുന്ന ഈമാനുള്ള ഉമ്മ പെങ്ങന്മാരോട് പറയട്ടെ, മരിക്കുന്ന സമയത്ത് മുഖം ലങ്ങി മരിക്കണമെന്ന ഭാഗ്യം വേണോ? ആർക്കൊക്കെ ആഗ്രഹമുണ്ട് മരിക്കുമ്പോ മുഖം ലങ്ങി മരിക്കണം, പ്രകാശിച്ച് മരിക്കണം? ഒന്ന് കൈവൊക്കെ നോക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൈ പൊക്കിയില്ലെങ്കിൽ നിങ്ങളിടക്ക് ഉറങ്ങും. അപ്പൊ അതിനേക്കാളും നല്ലത് ഇടക്കിടക്കൊരു ഗുളിക തന്നാൽ പിന്നെ ഉറങ്ങൂല. വയൽ ഏതായാലും ഇനിയിപ്പോ ഒരു അരമണിക്കൂർ ഉണ്ടാവുള്ളൂ വയലുന്തുവയൊക്കെ. അപ്പൊ അതുകൊണ്ട് കൂടുതലൊന്നുമില്ല. അപ്പൊ ഇടക്ക് ഒന്നും ഉറങ്ങണ്ട. മരിക്കണ സമയത്ത് ഇൻഷാ അല്ലാഹ് മുഖം പ്രകാശിച്ച് മരിക്കാൻ കഴിയണം. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. രണ്ട് കാര്യമുണ്ട്, വെറുതെ കിട്ടൂല. ചെയ്യോ നിങ്ങളുടെ ജീവിതത്തിൽ? ചെയ്യോ 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 ചെയ്യോ? നിങ്ങൾ കരുതും ചെയ്യോന്ന് ചോദിക്കുമ്പോ ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ പറയുന്നല്ലേ? അതെല്ലാരെ കൊണ്ട് ചെയ്യും, അതെല്ലാരെ കൊണ്ട് കഴിയും. സുന്നത്ത് നിസ്കരിക്കാൻ കഴിയാത്തവൻ ആരാ? ആരാ ഇന്ന് സുന്നത്ത് നിസ്കരിക്കാത്തവൻ? ഖുർആൻ ഓതാത്തവൻ ആരാ? എല്ലാരും ഖുർആൻ ഓതും, എല്ലാരും സുന്നത്ത് നിസ്കരിക്കും. പക്ഷെ ഖുർആൻ ഓതുന്നവനിൽ ഇല്ലാത്ത 2 കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. സുന്നത്ത് നിസ്കരിക്കുന്നവനാണെങ്കിൽ പോലും അവനിൽ തന്നെ ഇല്ലാതെയായി പോയിക്കൊണ്ടിരിക്കുന്ന 2 കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, ആ 2 കാര്യം ചെയ്യോ? ഇൻഷാ അല്ലാഹ് പവർ കുറഞ്ഞു അല്ലേ? എന്തോ വലിയൊരു കാര്യം. പൈസ ഒന്നും തരണ്ട, പൈസ ഒന്നും ആവശ്യമില്ല. 2 കാര്യം ചെയ്യോ മനുഷ്യന്മാരെ? ചെയ്യൂ എന്ന് പറയാം. ഇൻഷാ അല്ലാഹ് ഉറക്കെ അങ്ങ് പറയാം. ഉറക്കെ ഉറക്കെ. നമ്മൾ എന്തെങ്കിലും വെറുതെ തോന്നിവാസം പറയല്ലോ. ഇൻഷാ അല്ലാഹ് എന്ന് പറയാ. എന്തൊരു കാര്യം ചെയ്യാൻ പോലും അങ്ങനെയല്ലേ പറഞ്ഞേ? അൽകാഫ് സൂറത്തിലുള്ളത് അങ്ങനെയല്ലേ? അൽകാഫ് സൂറത്തിലുള്ള വലാ തഖൂല ലിശൈഇൻ ഇന്നി ഫായിലുൻ ദാലിക ഗദൻ ഇല്ലാ അൻ യശാ അല്ലാഹ്. പിന്നെ ചെയ്യും, നാളെ ചെയ്യും, നാളെ ഒന്നും വേണ്ട, പിന്നെ ചെയ്യും എന്ന് തന്നെ പറയുകയാണെങ്കിൽ ഒരു വാക്ക് പറയാതെ പറഞ്ഞു പോകരുത്. ഏതാ വാക്ക്? ഉറക്കെ പറയും മനുഷ്യന്മാരെ. അല്ലാഹു തആല ഈ ഇൻഷാ അല്ലാഹ് എന്ന് ഉറക്കെ പറയുന്നവന് മരിക്കുന്ന സമയത്ത് ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഭാഗ്യം കൊടുക്കട്ടെ. ഇനി ഒരു ഇൻഷാ അല്ലാഹ് പറയ്. കണ്ട? അപ്പൊ മരിക്കുന്ന സമയത്ത് മുഖം പ്രകാശിച്ച് മരിക്കണം. അതിന് 2 കാര്യമുണ്ട്. ഇടങ്ങേറന്നെ നമ്മൾ കരുതി വെച്ചിരിക്കുകയാണ്. കുറെ സുന്നത്ത് നിസ്കരിച്ചു, കുറെയൊക്കെ ഖുർആൻ ഓതി, ഞാൻ കുറെയൊക്കെ ഉഷാറാണ്, കുഴപ്പമില്ല, തഹജ്ജുദൊക്കെ ഉമ്മമാരൊക്കെ കരുതി വെച്ചിരിക്കുക. ഞാന് ഓൺലൈനിലൊക്കെ ഇരുന്നിട്ട് ഇപ്പോ പിന്നെ എന്താണ് ഹദ്ദാദൊക്കെ ഓതുന്ന ഉമ്മയാണ്. അല്ലെങ്കിൽ ഞാന് പിന്നെ ഏടുകളിലൊക്കെ നോക്കിയിട്ട് ശബീന മൗലിദിന്റെ ഏടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നോക്കിയിട്ട് മൗലിദ് ഓതുന്ന ഉമ്മയാണ്. അതുപോലെ തന്നെ ഞാൻ കുറെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മയാണ്, ദുഹാ നിസ്കരിക്കുന്ന ഉമ്മയാണ്. ഞാൻ ഏതായാലും സ്വർഗത്തിലെത്തിയാൽ റാബിയത്തുൽ അദവിയ ആ മഹദിയുടെ തൊട്ടപ്പുറത്തെ സീറ്റ് എനിക്കുണ്ടാവും, നഫീസ ബീവിയുടെ തൊട്ടപ്പുറത്തെ സീറ്റ് എനിക്കുണ്ടാവും എന്നൊക്കെ ചില ഉമ്മമാര് കരുതി വെച്ചിരിക്കുക. ഇല്ല ഉമ്മ, കാര്യം വളരെ കഷ്ടാ. എന്താ കാരണം അറിയോ? ഇനി പറയാൻ പോകുന്ന 2 കാര്യം നിങ്ങളെ ജീവിതത്തിലുണ്ടോ, നിങ്ങളെ നിസ്കാരം കൊണ്ട് പ്രയോജനമില്ല.